ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിതാ തൊടി കൂടിയാണ് കേട്ടോ, മൊത്തം പച്ചക്കറി കുഴിച്ചിട്ടുണ്ട്. അജിലു ഒരുപാട് പണിയുണ്ട്, ചെടിയുടെ ചോടൊക്കെ ശരിയാക്കണം. അപ്പോൾ തൊടിക്കൊന്നും ഇപ്പോൾ കയറാറില്ല. ഇത് കണ്ടോ, അമ്പായങ്ങ നല്ല ടേസ്റ്റാട്ടോ. ഇത് വാട്ടി ഉണക്കി കണ്ടോ, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വാട്ടി ഉണക്കിയിട്ട് അച്ചാറിടണം, നല്ല അടിപൊളി ടേസ്റ്റ് ആവും. എല്ലായിടത്തും ഉള്ള സാധനം കേട്ടോ, ഒരു ബെഡ് തൈ വെച്ച ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. മാവൊക്കെ ഏകദേശം ഇങ്ങനെ ഓരോ മാവും ഇങ്ങനെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ സാന്തോള് കഴിഞ്ഞ പ്രാവശ്യം ഇത് പൂട്ടിന്ന് കേട്ടോ, കായ്ച്ചതൊന്നുമില്ല കേട്ടോ. പ്രാവശ്യമെങ്കിലും കായ്ക്കുമെന്ന് വിചാരിക്കണു. കണ്ടോ, പൂക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വീട്ടിൽ രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അമ്മായിപ്പഴം അബിയുവിൻ്റെ ഒക്കെ പോലെ തന്നെ കളർ വ്യത്യാസമുണ്ട്, പച്ച കളറാണെന്നുള്ളൂ കേട്ടോ. ഇവിടെ 2 മരമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയായിട്ടൊരു മരമുണ്ട്. അജിലുതാ ഇവിടെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അത് സാധാ പേരൊക്കെ വരെ ശരിയാക്കിയിട്ടുണ്ട് അജിലു കേട്ടോ. സാധാരണ നാടൻ പേരൊക്കെ കുഴിച്ചിട്ടാണ്. ഇവിടെ ഒരു സാന്തോളിൻ്റെ മരമുണ്ട് കേട്ടോ. ഇതും പൂവിട്ടിട്ടുണ്ട്, പക്ഷെ ഇതും കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു, കായ്ച്ചതൊന്നുമില്ല. പ്രാവശ്യങ്ങളും കായ്ക്കട്ടല്ലേ. നാംടോക്കിയൊക്കെ അങ്ങനെ മുരടിച്ച് നിൽക്കുക കേട്ടോ. ഒരു വർഷം കായ്ച്ചു, കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ 10 വർഷം. നമ്മുടെ കുഞ്ഞു പിങ്കി പേര അത് നല്ല ടേസ്റ്റാണ്. ചില സമയത്ത് ഒരു പുഴുക്കേട് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു നാടൻ മാവ് കേട്ടോ. ഇതിലും ഇടയ്ക്ക് ഓരോ 2 മാങ്ങ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇതുപോലെ തന്നെ 2 കമ്പ് പൂത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഇപ്രാവശ്യം തൊടിയിലുള്ള ഓരോ മാവും ഓരോ കമ്പ് 2 കമ്പ് അങ്ങനെ പൂത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പുതുതായിട്ട് കോടി കഴിക്കണ നാടൻ മാങ്ങ വരെ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചിക്കുമാരുണ്ട് കേട്ടോ, അത് അത്യാവശ്യം കായ് ഉണ്ടാവാറുണ്ട്. മുരിങ്ങാപ്പൂവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് കൊമ്പ് മുരിങ്ങക്കായ കായ്ച്ചതുകൊണ്ട് വെയിറ്റ് കൂടിയിട്ട് ഒന്നായിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരുപാട് കൊമ്പ് ജസീറത്തേക്ക് കൊണ്ടേ കുത്തി അതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ കണ്ടോ, ഈ കൊമ്പ് നിലം തൊടാതെ ഞാൻ ഇങ്ങനെ നോക്കുമ്പം കണ്ടോ, ആ ഭാഗമൊന്നും നിലത്ത് കിടക്കുന്ന കൊമ്പ് കണ്ടോ. ഈ ഒരു കൊമ്പിൽ വേരും വന്നിട്ടില്ല, ഒരു നനവും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. നല്ല പൊരി വെയിലാണ്. പൊരി വെയിലത്ത് ഈ മുരിങ്ങ ഇങ്ങനെ പൂത്ത് കണ്ടപ്പോൾ ഒരു അത്ഭുതം കേട്ടോ. നമുക്കത് കായ്ക്കോ നോക്കല്ലേ, നീ കണ്ടോ, സംഭവം പൊളിയാട്ടോ. എന്തായാലും കണ്ടോ, ഈ നിലത്ത് കിടക്കുന്ന കൊമ്പൊന്നും എവിടെയും ഒരു വേര് വന്നിട്ടില്ല, ഒന്നുമില്ല. പൂത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കല്ലേ കായ്ക്കോന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്ടത്തിലെ മട്ടോവ ഫ്രൂട്ട്സ് ചെടി കേട്ടോ. അപ്പോൾ ഇത് റോസ് ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ ഇങ്ങനെ കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പം ആരോ പരിചയപ്പെടുത്തി തന്നത് മട്ടോവയാണ് എന്നിട്ട്. അപ്പം ഇതാ ഇതിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് പൂവിടുന്നത്. ഫസ്റ്റ് പ്രാവശ്യം പൂവിട്ടപ്പം കായ്ച്ചില്ല കേട്ടോ. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം പൂവിട്ടപ്പം അത്യാവശ്യമൊക്കെ ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട്. നല്ല രസം, അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കാണാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അതുപോലെ പഴുത്തിട്ട് പറിക്കുമ്പോഴുള്ള ആ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. എന്തായാലും ഇതിൻ്റെ പൂവൊക്കെ നല്ല സ്മെല്ലാട്ടോ. ഒരു ചെമ്പപ്പൂ ഉണങ്ങിയാൽ, അതുപോലെ നമ്മളെ എരിഞ്ഞിപ്പൂ ഉണങ്ങിയാലൊക്കെ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ. എരിഞ്ഞിപ്പൂ കേട്ടോ, ചെമ്പപ്പൂവിൻ്റെ അത്ര സ്മെല്ലില്ല. പക്ഷെ നമ്മളെ എരിഞ്ഞിപ്പൂ ഉണ്ടല്ലോ, എരിഞ്ഞിപ്പഴത്തിൻ്റെ പൂവുണ്ടല്ലോ, അത് ഉണങ്ങിയാലുള്ള അതുപോലത്തെ സ്മെല്ലാണ് പൂവിനൊക്കെ കേട്ടോ. കാണാനും നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെക്കാം. ഇനി കായ്ച്ച് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ച് പോസ്റ്റ് ആട്ടോ. നമ്മളെ ബറാബ കണ്ടോ, ബറാബിയും തന്നെ ഇതാ ഇപ്രാവശ്യമാണ് ഈ വലിയ മരം കായ്ക്കുന്നത് കേട്ടോ. ആ സൈഡിലുള്ള റംബൂട്ടാൻ്റെ മരത്തിൻ്റെ ഭാഗത്തുള്ളത് ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വൈൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കണ്ട്. ഇത് വേറൊരു മരം കേട്ടോ. ഇന്നത്തെ വിത്ത് കുഴിച്ചിട്ടെല്ലാം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പുല്ല് മുളക്കാണ്ടിരിക്കാൻ നമ്മൾ ഈ പച്ച നെറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കുഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ പയറൊക്കെ മുളച്ച് വലുതായി. പയറൊക്കെ പറിച്ച് നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ച് ഏകദേശം പയറൊക്കെ ഇങ്ങനെ ഉണങ്ങി വന്ന് നമ്മളിവിടെ വേറെ പയർ നടാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ലേറ്റായിട്ട്, നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനിടയിൽ ഞാൻ പയറിന് വളമിട്ട് കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നന്നായിട്ട് നമുക്ക് വിളവെടുപ്പ് കിട്ടി കേട്ടോ. എന്താ വെച്ചാൽ ഇത്തിരി ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ല എൻ്റെ തോട്ടം കൃഷിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.